പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സദൃശ്യവാക്യം 10-ാം അധ്യായം 22-ാം വാക്യം, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിച്ച ഒരു വ്യക്തി സമ്പത്തുണ്ടാക്കുന്നത് കർത്താവിൻ്റെ കൃപയാൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. പ്രിയരെ, അതുകൊണ്ട് ദൈവം തരുന്ന സമ്പത്ത് ഒരു ശാപമല്ല, അതൊരു അനുഗ്രഹമാണ്. എന്നാൽ അതിനോടുള്ള മനോഭാവം നാം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് വിചാരപ്പെടരുതെന്ന് അരുളി ചെയ്ത ദൈവം നമുക്ക് വേണ്ടുന്നതൊക്കെയും തരുവാൻ വിശ്വസ്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും അത്രേ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നത്, സമ്പത്തുണ്ടായിത്തീരുന്നത്. ഒറ്റക്കാര്യം മാത്രം നാം മറന്നു പോകാണ്ടാത്ത, നാം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇതിനുള്ള ശക്തി ദൈവമാണ് തന്നത്. നിനക്ക് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിൽ മനസ്സ് വെക്കരുതെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യവും അതുതന്നെയാണ്. നിനക്ക് നിശ്ചയമായി ഒരു വർധനവുണ്ടാകും. എന്നാൽ അത് വർദ്ധിക്കുമ്പോൾ നിൻ്റെ മനസ്സ്, നിൻ്റെ ഹൃദയം അങ്ങോട്ട് ചാഞ്ഞു പോകരുത്. ഈ സമ്പത്തുണ്ടാകാൻ ദൈവമാണ് ശക്തി തന്നത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതാ. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും നീ സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. എൻ്റെ കഴിവ് കൊണ്ടാ, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടാ, എൻ്റെ കോണ്ടാക്റ്റ് കൊണ്ടാ, എൻ്റെ അധ്വാനം കൊണ്ടാ, ഹല്ലേലൂയ എന്നൊന്നും പറയാൻ നീ ഒരു നാളും ഇടവരരുത്. നിൻ്റെ വായ്ക്കകത്തുനിന്ന് അങ്ങനത്തെ വാക്കുകളെ നീ കംപ്ലീറ്റായിട്ട് നീ മാറ്റണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. പലരും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ. പ്രിയരെ, അത് ശരിയാ, നീ അധ്വാനിച്ച് കാണും, നീ കഷ്ടപ്പെട്ട് കാണും. എന്നാൽ പരിശുദ്ധാത്മാവിൽ എന്നെ ഓർമ്മപ്പെടുത്തട്ടെ, നിനക്ക് അധ്വാനിക്കാൻ ദൈവമല്ലേ ആരോഗ്യം തന്നത്, നിനക്ക് അധ്വാനിക്കാൻ ദൈവമല്ലേ ബലം തന്നത്, ദൈവമല്ലേ നിനക്ക് ശ്വാസം തന്നത്, ദൈവമല്ലേ നിനക്ക് വിദ്യാഭ്യാസം തന്നത്, ദൈവമല്ലേ നീ ജീവനുള്ള ദേശത്ത് നിന്നെ നിർത്തിയത്. അതുകൊണ്ട് ഒരു നാളും എൻ്റെ കഴിവ്, എൻ്റെ ബലം എന്ന് പറയാതെ ഇത് ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. നിൻ്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. അല്ലെങ്കിൽ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകാൻ ശക്തി തരുന്നത്. നോക്ക്, ദൈവം എന്തിനാ ശക്തി തന്നത്? ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിന്നെ അനുഗ്രഹിക്കുമെന്ന്, നിന്നെ വലിയവനാക്കുമെന്ന്, നിൻ്റെ പേര് വലുതാക്കുമെന്ന്, നിനക്ക് അല്ലെങ്കിൽ നിത്യവൃത്തിക്ക് മാത്രമല്ല നിനക്ക് വേണ്ടുന്നതൊക്കെ തരുമെന്ന് ദൈവത്തിൻ്റെ പ്രോമിസാണ്. അത് നിവർത്തിക്കാൻ ദൈവമാണ് ചെയ്തത്. ഇതൊന്ന് ഓർത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഏത് ദേശത്തായിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിനകത്തുള്ള എന്താണോ നന്മ, ആ നന്മയെ ഓർത്തിട്ടൊന്ന് നന്ദി പറ. അപ്പയുടെ വാഗ്ദത്തമായിരുന്നു, എന്നെ നാണം കെടുത്തത്തില്ലെന്ന്, എന്നെ ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ലെന്ന്, മനുഷ്യരുടെ മുമ്പാകെ കൈനീട്ടാൻ അനുവദിക്കത്തില്ലെന്ന് എന്ന് പറഞ്ഞ് ഉള്ളതിനെ ഓർത്ത്, ഒത്തിരി ഒന്നും കാണത്തില്ല, ഉള്ളതിനെ ഓർത്തിട്ടൊന്ന് നന്ദി പറയാൻ പറ്റുമോ? കർത്താവാ ഇതിന് ശക്തി തന്നത്. ഹല്ലേലൂയ. 2 ഉടുപ്പുണ്ടോ? തമ്പുരാനോട് പറ, 2 ഉടുപ്പ് തന്നതുപോലും ദൈവമാണ്. എനിക്കറിയാം, ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വസ്ത്രത്തിന് ഒരുപക്ഷെ ക്ഷാമം കാണത്തില്ല, ജീവിതത്തിൽ പലതിനും ക്ഷാമം കാണത്തില്ല. എന്നാൽ ഒത്തിരി കുറവുകൾ കാണും. ആ കുറവിനെ നോക്കി കംപ്ലൈൻറ്റ് പറയാതെ ഉള്ളതിനെ ഓർത്തിട്ട് ഒന്ന് നന്ദി പറ. എന്നിട്ട് ഉള്ളതിനെ ഓർത്തിട്ട് പറ, കർത്താവേ, ഇതുണ്ടാക്കാൻ ശക്തി തന്നത് ദൈവമാണ്. ഈ കൈ ഒന്ന് ചലിക്കുന്നത്, ഈ കാതൊന്ന് കേൾക്കുന്നത്, ഈ കണ്ണൊന്ന് കാണുന്നത് ദൈവം തന്ന ശക്തിയാണ്, ദൈവം തന്ന ബലമാണ്. ഒത്തിരി പേര് ബലമില്ലാതെ പട്ടുപോകുന്ന ഈ ഭൂമിയിൽ, ജീവനുള്ള ദേശത്ത് ദൈവം നമ്മെ നിർത്തിയതോർത്ത് നന്ദി പറ. സമ്പത്തുണ്ടാകാൻ ശക്തി തന്ന ഒരു ദൈവം നമുക്കുണ്ട്. അല്ലെങ്കിൽ 128 സങ്കീർത്തനം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിനകത്ത് പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, നിൻ്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. പ്രിയരെ, ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയെ, നിനക്ക് അധ്വാനിക്കാൻ ദൈവമാണ് ജോലി തന്നത്, അധ്വാനിക്കാൻ ദൈവമാണ് ആരോഗ്യം തന്നത്. അധ്വാനിക്കുക മാത്രമല്ല, മാസം തോറും പ്രതിഫലം ലഭിച്ചത്, ദിവസം തോറും നിങ്ങളുടെ കൂലി ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. അത് ലഭിക്കുക മാത്രമല്ല, ഈ ഒരു വേർഡ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് അനുഭവിപ്പാനുള്ള കൃപ നൽകും. ഒത്തിരി വീട്ടിനകത്ത് നന്മയുണ്ട്. നിങ്ങൾ സഭാപ്രസംഗി 6-ാം അധ്യായം വായിച്ചു നോക്കിയിട്ട്, അധ്വാനിച്ച് കൂട്ടിവെച്ചു, എന്നാൽ അനുഭവിക്കാനുള്ള
യോഗ്യത പലർക്കും ലഭിക്കത്തില്ല. ചിലരുടെ ഫ്രിഡ്ജിൽ ആഹാരമുണ്ട്, എന്നാൽ കഴിക്കാൻ പറ്റത്തില്ല. ചിലരുടെ വീട്ടിൽ ഒത്തിരി സമ്പത്തുണ്ട്, എന്നാൽ അനുഭവിക്കാൻ പറ്റുന്നില്ല, സമാധാനമില്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലം ആ കരമുയർത്തി പറ, എൻ്റെ കൈയുടെ അധ്വാന ഫലത്തെ അനുഭവിപ്പാൻ എൻ്റെ ദൈവം തരുന്നതോർത്ത് സ്തോത്രം. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് സമ്പത്ത് ദൈവം തരും, നിനക്ക് ആരോഗ്യം ദൈവം തരും. വീണ്ടും ഹല്ലേലൂയ, ഇസഹാക്കിൻ്റെ ചരിത്രം ഒന്ന് വായിച്ചാട്ട്. ഇസഹാക്കിന് എങ്ങനെയാ സമ്പത്തുണ്ടായത്? അനുസരണത്താൽ. ദൈവം പറഞ്ഞതിനോട് മറുത്ത് ചോദിക്കാതെ ദൈവത്തെ അനുസരിച്ചു. അവൻ ആ ആണ്ടിൽ ദൈവത്തിൻ്റെ വാക്കിന് ഹല്ലേലൂയ വിതച്ചപ്പോൾ 100 മേനി വിളവ് കൊടുത്തു. പത്രോസ് ദൈവത്തിൻ്റെ വാക്കിന് വലയെറിഞ്ഞപ്പോൾ ആ പടക് നിറഞ്ഞു. പ്രിയരെ, പടക് നിറഞ്ഞപ്പോൾ, സമ്പത്ത് കിട്ടിയപ്പോൾ തന്ന ദൈവത്തെ ഇവരാരും മറന്നില്ല. അവർ കുറച്ചുകൂടെ അടുത്ത് വന്നു, കുറച്ചുകൂടെ ഭയത്തോടെ അടുത്ത് വന്നു. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ലഭിക്കുമ്പോൾ ഒന്നുകൂടെ അടുത്ത് വന്നാട്ട്, ദൈവത്തോടൊന്ന് ചേർന്നിരുന്നാട്ട്, എന്നിട്ടൊന്ന് പറഞ്ഞാട്ട്. യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ വെളിച്ചത്തിൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരുന്നു. പിതാവേ, ഇത് കിട്ടിയത് അങ്ങയുടെ കയ്യിൽ നിന്നാണ്, തൃക്കൈയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ. കർത്താവേ, ഇത് ചെലവഴിക്കുമ്പോൾ ഇത് എൻ്റേതല്ല. ഈ ആരോഗ്യം എൻ്റെ സ്വന്തമല്ല, ഈ സമ്പത്ത് എൻ്റെ സ്വന്തമല്ല, ഈ കുടുംബം എൻ്റെ സ്വന്തമല്ല. ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്ന് കര ഉയർത്തി ഒന്ന് നന്ദി പറയാൻ പറ്റുമോ? യഹോവയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകുന്നു. ദൈവമാണ് നിങ്ങളെ ബലപ്പെടുത്തിയത്. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം. പ്രിയരെ, നമ്മളെ പൊടിയിൽ നിന്ന് ഉയർത്തിയ ഒരു ദൈവമുണ്ട്. ഇതോർത്ത് നന്ദി പറയാൻ പറ്റുമോ? നമ്മുടെ കർത്താവ് വീണ്ടും നമ്മെ ഉയർത്താൻ, മാനിപ്പാൻ വിശ്വസ്തനത്രേ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.